ഇന്നത്തെ പണി സിമ്പിളായിട്ടുള്ള പണിയാണ്. കാരണം ഒരുവിധം വീടുകളിലൊക്കെ നമ്മൾ സൺസൈഡിൻ്റെ വക്കുകൾ പൊട്ടി വീഴുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ സൺസൈഡിൻ്റെ ഒരുവിധം വക്കുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. പൊട്ടി കടന്ന് നിൽക്കുന്നതുകൊണ്ട് വീണതുകൊണ്ട്. അപ്പോൾ അത് റെഡിയാക്കലാണ് ഇന്നത്തെ നമുക്ക് പണി. എല്ലാ ഭാഗത്തും പുറത്തേക്ക് ചാടി നിൽക്കുന്ന ആ എൻഡിന് മാത്രമുള്ള പ്രശ്നം. അപ്പോൾ അത് പൊട്ടിച്ച് തേക്കാനുള്ള പരിപാടിയാണ്. ഈ ചിമ്മിണി കൊണ്ടൊക്കെ ഏകദേശം എല്ലാ ഭാഗവും പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം തേച്ച് റെഡിയാക്കി എടുക്കാൻ. എന്താ അപ്സറിൻ്റെ എല്ലായിടത്തുണ്ട് ഈ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പൊളിഞ്ഞ സ്ഥലം മാത്രം പൊട്ടിച്ച് തേച്ചാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാരൻ പറഞ്ഞാൽ പറ്റില്ല, അത് പിന്നെ മറ്റതും അങ്ങനെ ആവുമെന്ന് പറഞ്ഞിട്ട് എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. മേലെ നോക്കുമ്പോൾ എൻ്റെ സംഭവം കാണുന്നത് വിണ്ട് കീറി എടുക്കുക. അങ്ങനെ ഞങ്ങൾ പൊട്ടിച്ച് അങ്ങനെ ആദ്യം കട്ട വെച്ചായിരുന്നു പൊട്ടിച്ചിരുന്നത്. പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ആമയായിട്ട് മെല്ലെ തട്ടുമ്പോൾ തന്നെ സംഭവം പൊട്ടി വരുന്നുണ്ട്. ഈ കട്ടർ കൂടുന്ന ഇതിൽ നിന്ന് അങ്ങനെ പിന്നെ തട്ടി പൊട്ടിച്ചലായി. അതാണ് എളുപ്പം, കട്ടറിനെക്കാട്ടും എളുപ്പം. കട്ടർ ഭയങ്കര പൊടിയും ഇതെല്ലാം കൂടെ ആയിട്ട് ഭയങ്കര അടുത്തുള്ള വീട്ടുകൾക്കൊക്കെ ശല്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആമയായിട്ട് തന്നെ അടിച്ച് മെല്ലെ തട്ടുമ്പോൾ തന്നെ പോരുന്നുണ്ട്. പിന്നെ വല്ലാതെ പണി എടുക്കാനില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വർക്കേരിൻ്റെ പണി നടക്കുന്നുണ്ട്. എന്താ ഒരാൾ ബീമിൻ്റെ കമ്പിയൊക്കെ കിട്ടുകയാണ്. നമ്മൾ കൂടുതലുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം ഫണ്ടേജൊക്കെ പൊട്ടിച്ച് ഏകദേശം ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ രാജീവാണിത് കമ്പി ഇട്ടുന്നത്. അങ്ങനെ ഏകദേശം ഫണ്ടത്തത് പൊട്ടിച്ച് ഏകദേശം ആയിക്കുന്നത്. ആ ഏക്കൂലിയും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പണി. അങ്ങനെ നമ്മൾ കഫോൾട്ടും കമ്പിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വലിയ സൈഡ് പെട്ടെന്ന് ഇട്ട് ഞങ്ങൾ തേച്ച് സെറ്റാക്കി. പിന്നെ ഈ സൈഡ് കെട്ടുകയാണ് നമ്മൾ. മേലേക്ക് എന്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ കപ്പിയും കൂടെയാണ് എടുക്കുന്നത്. കാരണം മേലൊന്നും സിമെൻറ്റ് കൂട്ടാനുള്ളൊരു വകുപ്പില്ല. അപ്പോൾ അടിയിൽ കുമ്മായം കൂട്ടിയിട്ട് കപ്പിക്ക് വലിച്ചു കൊടുക്കും. അത് നമ്മൾ വാങ്ങലാണ്. അങ്ങനെയാണ് നമ്മൾ സിമെൻറ്റ് മേലെ എത്തുന്നത്. അപ്പോൾ അതാവുമ്പോൾ ഒരാൾ മതി, കൂടുതൽ ആളുകൾ വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഏകദേശം വക്കുകളൊക്കെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ ആദ്യം എൻ്റെ ചെറുതായിട്ട് പിടിപ്പിച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പിറ്റേ ദിവസം വന്നിട്ടാണ് നമ്മൾ വക്ക് നന്നാക്കുന്നത്. നന്നാക്കാൻ പറ്റുന്ന വക്കുകൾ അപ്പം അന്നേ നന്നാക്കും. പിന്നെ ആ വീടിൻ്റെ വലിയ സൈഡാണിത്. അതാണ് കുറച്ച് റിസ്ക് ഉള്ള ഭാഗം. കാരണം 2 ഐറ്റം ഉണ്ട് ഇതിനിടാൻ. മേലെയുണ്ട് അടിയിലുമുണ്ട്. അപ്പോൾ അടിയത്തെ ആദ്യം പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഒക്കെ പിടിപ്പിച്ചിട്ടാണ്. പിടിപ്പിച്ച് കച്ചറയും മണ്ണൊക്കെ ഉണ്ട്, അതൊക്കെ താഴത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കമ്പി പുറത്തേക്ക് ചാടിക്കേണ്ടത് നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാണ്. അപ്പോൾ കമ്പികൾ ഒരു 1.5 ഇഞ്ചുള്ള കമ്പികളുണ്ടാവും. അത് മെല്ലെ നമ്മൾ സാധാ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കും. എന്നിട്ടാണ് പിടിപ്പിച്ചിടൽ. മേലെ പിടിപ്പിച്ചിട്ടുണ്ട് ഒരാൾ. അപ്പോൾ അതിൻ്റെ അടിയിൽ ടാങ്ക് നിറഞ്ഞ് ഒലിച്ച് വെള്ളം അതിൽക്കൂടെ വന്ന് ആകെ സ്ലിപ്പായി. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ് പണി നടക്കുന്നത്. ലാസ്റ്റ് ദിവസമാണ് ഇന്നത്തെ. ബാക്ക് സൈഡാണ്. ഈ ഏകരം കെട്ടി തേക്കിലാവുമ്പോൾ കുറച്ച് റിസ്ക്കുമാണ്. കാരണം പഴയമാർക്ക് നമ്മൾ ഏകരം സെറ്റ് ചെയ്യാൻ കഴിയില്ല, പണി കഴിഞ്ഞതുകൊണ്ട്, എല്ലാ പണിയും കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ ഓരോ സ്റ്റാൻഡ് നമ്മൾ കഫോൾട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ കമ്പി ഇട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് ഏകരം. അപ്പോൾ കുറച്ച് ആട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ട് പിടിച്ച് കെട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കമ്പികളൊക്കെ ഏകദേശം കട്ട് ചെയ്ത് തുടങ്ങിയിരിക്കണം. അങ്ങനെ കമ്പികളൊക്കെ ഏകദേശം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിയിൽ ആളുകളുണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പൊടിപ്പിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൊടിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ തേക്കൽ തുടങ്ങുന്നുണ്ട്. അന്നത്തെ വൈകുന്നേരമായി നമ്മൾ പണി നിർത്തി. നമ്മൾ സൺസൈഡ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ചുവപ്പ് കാർപ്പറ്റ്. അങ്ങനെ നമ്മളിതാ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 മേസ്തിരിമാരും ഒരു ഹെൽപ്പറുമാണ്. ആ കണക്കിലാണ് വന്നിട്ടുള്ളത്. കാരണം ഹെൽപ്പർമാർക്ക് വല്ലാതെ പണിയില്ല. അതുകൊണ്ട് 3 മേസ്തിരി ഒരു ഹെൽപ്പറും ആ ലെവലിലേക്കാണ് ഞങ്ങളിവിടെ പണിയെടുക്കേണ്ടത്. കാരണം സിമെൻറ്റ് മേലെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പണികളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇതിൽ ഞങ്ങൾ 3 ആൾക്കും ഒരു ഹെൽപ്പർ എന്നുള്ള ഇതിലാണ് നിൽക്കുന്നുണ്ട്. അങ്ങനെ സൺസൈഡിൻ്റെ ഗ്രൗട്ട് അടിച്ചിട്ടാണ് നമ്മൾ കുമ്മായം വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അടിക്കാനും പറ്റില്ല, ഒലിച്ചിറങ്ങും. അപ്പോൾ വല്ല കട്ടി ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പുറത്ത് ചാടിക്കുന്ന കോൺക്രീറ്റുകളൊന്നും ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്തും അല്ലെങ്കിൽ ഉളി വെച്ച് വെല്ല തട്ടിയിട്ട് ശരിയാക്കും. എന്നിട്ട് ആ വക്ക് ഒറ്റ വക്കാക്കി വയ്ക്കും. മറ്റേത് എന്താ വെച്ചാൽ ചാട്ടം. അപ്പോൾ അതാ ഏകദേശം മേലെയും അടിയിലും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കോലാവും നമ്മൾ തേച്ച് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അതാ വീടിൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു ബോർഡറും കൊടുത്ത്
ഇനി അത് അടിത്തമാർക്ക് ചെറിയൊരു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മളത് പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ രണ്ട് സൈഡും. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാക്ക് ഭാഗം തേക്കണം. പാത്തി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് തേക്കാണ്ടെന്ന്. അപ്പോൾ ആ ബാക്ക് ഭാഗം തേക്കാനുള്ള പരിപാടിയിലാണ്. ചെറിയ മഴ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ബാക്ക് ഭാഗം ഏകദേശം തേക്കാനായി ഒരുങ്ങിയപ്പോൾ ചെറിയ മഴ ചെയ്ത് അങ്ങനെ മയത്താണ് ഇത് തേക്കുന്നത്. അങ്ങനെ ഇത് മയത്ത് തേക്കും വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും പാത്തി വെട്ടി തേച്ചിട്ടുണ്ട് എല്ലാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് പട്ടികയും കൂടി കെട്ടാറുണ്ട്, പട്ടി കെട്ടി ഓടിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി ഇനി അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ ഏകദേശം എല്ലാ സൈഡും നമ്മൾ പാത്തിയൊക്കെ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പട്ടി കെട്ടാനുള്ള പരിപാടിയാണ്. പട്ടി കെട്ടാനുള്ള പരിപാടിയിൽ ഇപ്പോൾ ഈ കണ്ട സ്ഥലങ്ങളും അടിയിലും ഇതേപോലെ ഉണ്ട്. ഈ സ്ഥലങ്ങളും നമുക്ക് പട്ടി കെട്ടാറുണ്ട്. അപ്പോൾ ഇനി പട്ടി കെട്ടുള്ള പരിപാടി തുടങ്ങുകയാണ്. പട്ടിയെ കെട്ടുന്ന വീഡിയോ ഏതായാലും എടുത്തിട്ടില്ല, കെട്ടി ഏകദേശം പകുതി ആയപ്പോഴാണ് വീഡിയോ എടുത്തത്. അങ്ങനെ ഈ ഭാഗം കെട്ടിഞ്ഞ് ഇതിൻ്റെ അടിയിലും ഉണ്ട്, ഞങ്ങൾ കെട്ടുകയാണ്. അപ്പോൾ പട്ടി കെട്ടുന്ന എല്ലാം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങളിന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ പട്ടിക കെട്ടി ഇപ്പോൾ ഏകദേശം മേൽക്കൂര ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ അടിയിക്ക് വരും. അടിഭാഗത്തും ഉണ്ട് പട്ടി കെട്ടാൻ. അപ്പോൾ നമ്മൾ ഏകദേശം മേൽഭാഗം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പട്ടികെട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിഭാഗം കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡും കഴിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിഞ്ഞ് പോകാനുള്ളൊരു വെട്ട് വെട്ടി കൊടുക്കണം. മഴയൊന്നുമില്ല, എന്നാലും വെട്ട് വെട്ടി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ കാലം കൊണ്ട് ഓട് പൊട്ടിക്കാണ്ട് ലീക്ക് വരികയാണെങ്കിൽ ആ ചാലിലൂടെ തന്നെ നമുക്ക് വെള്ളം പുറത്ത് വരാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഏകദേശം ഇനിയിത് ഉണങ്ങിയതിന് ശേഷം ആയിരിക്കും ചൂലിയിട്ട് അടിച്ച് വൃത്തിയാക്കൽ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അടിച്ചാൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പായി താഴോട്ട് പോകും, കുറച്ച് ചെരിവുണ്ടായതുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യണില്ല. അതിൽ എന്തായാലും നാളെ ചെയ്യും. നാളെ ചെയ്ത് കറക്റ്റായതിന് ശേഷം പിന്നെ നമ്മൾ ഓടിടും. അപ്പോൾ ഓടിടാനുള്ള പരിപാടി തുടങ്ങും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വർക്ക് ഏരിയൻ്റെ പണിയൊക്കെ ഏകദേശം തേപ്പെല്ലാം കഴിഞ്ഞ് അടിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളല്ല, തേപ്പ് നമ്മൾ വരുന്നു. ഏകദേശം നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ വൈറ്റ് വാഷ് അടിച്ച്. അപ്പോൾ മേലത്തെ എൻ്റെ ഒഴിവായി, അടിയിൽ മാത്രമേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വരാം.